നമസ്കാരം. 1975 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ഡൊമിനിക് ലാപ്പിയർ, ലാറി കോളിൻസ് എന്ന രണ്ട് പേരാണ് അത് എഴുതിയത്. ആ പുസ്തകം ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, വളരെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ, അതായത് 127 പേജിൽ, വികാസ് പതിപ്പിൽ, ഇന്ത്യൻ വികാസ് പതിപ്പിൽ 127 പേജിൽ ഒരു നമ്മയൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. നമുക്കറിയാം, ആ പുസ്തകത്തിൽ തന്നെ ഇന്ത്യയുടെ വിഭജനവും വിഭജനാനന്തര കലാപങ്ങളും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു വിങ്ങലോടുകൂടിയ ചില രംഗങ്ങളെല്ലാം നമുക്ക് ചില കാര്യങ്ങൾ വായിക്കാൻ പറ്റൂ. പക്ഷേ നമ്മെ കുറച്ചൊക്കെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അതിൽ പറയുന്നത്. അത് ഒരു ആഘോഷത്തെക്കുറിച്ചാണ്. നോക്കൂ, 1947 ആഗസ്റ്റ് മാസം നടന്ന ഒരു ചടങ്ങ്. 9000 പട്ടാളക്കാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി പോരാടി ഇന്ത്യക്കാരായ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അവരുടെ സ്മരണാർത്ഥം നടത്തിയ ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുക്കുന്നു. നോക്കൂ, അതിനടുത്ത് തന്നെ ലൂയിസ് മൗണ്ട് ബാറ്റൻ എന്ന അന്നത്തെ നമ്മുടെ ഗവർണർ ജനറൽ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഡ്വിനോ മൗണ്ട് ബാറ്റൻ. നമുക്കറിയാം, ഈ എഡ്വിനോ മൗണ്ട് ബാറ്റൻ എന്ന് പറയുന്നത് നെഹ്റുവിന്റെ പ്രേമഭാജനമായിരുന്നു എന്ന് അവരുടെ മകൾ തന്നെ പിന്നീട് കാലത്ത് എഴുതിയ ഒരു പുസ്തകത്തിൽ പറയുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അതൊന്നുമല്ല പറയുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ആയിരക്കണക്കിന് ആളുകൾ വേദിയിൽ നെഹ്റു നിൽക്കുന്നു. നിങ്ങൾ ചിത്രം കാണുക, ഇതാണ് ആ വേദി. ഈ ചിത്രം നിങ്ങൾ കാണുക, ഇതാണ് ആ വേദി. വേദിയിൽ നെഹ്റു, മൗണ്ട് ബാറ്റനും ലേഡി എഡ്വിന മൗണ്ട് ബാറ്റനും മറ്റ് ചിലരും നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ താഴെ നിൽക്കുന്നു. അപ്പോഴാണ് ഇവരുടെ മകൾ പമേല മൗണ്ട് ബാറ്റൻ എന്നാണ് അവരുടെ പേര്, പമേല മൗണ്ട് ബാറ്റൻ. ഈ മൗണ്ട് ബാറ്റന്റെയും ലോർഡ് മൗണ്ട് ബാറ്റന്റെയും എഡ്വിന മൗണ്ട് ബാറ്റന്റെയും മകളായിട്ടുള്ള അവരാണ് പിന്നീട് പുസ്തകം എഴുതിയിട്ട് ഈ ലേഡി എഡ്വിന മൗണ്ട് ബാറ്റനും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന ഒരു സൗഹാർദ്ദത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ പുസ്തകം എഴുതിയത്. ആ പമേല മൗണ്ട് ബാറ്റന് വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവർ നെഹ്റുവിനോട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് എത്തുക എന്ന്. നെഹ്റു പറഞ്ഞു, അതിൽ അവരെ കടന്നു വരൂ. അപ്പൊ എനിക്ക് സാധിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ പറയുന്നു, അവരുടെ മുകളിലൂടെ കടന്നു വരൂ. അതായത് അവിടെ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ തലയിൽ ചവിട്ടിക്കൊണ്ട് കടന്നു വരാനാണ് അദ്ദേഹം പറയുന്നത് പമേല മൗണ്ട് ബാറ്റനോട്. ഇന്ത്യൻ മണ്ണിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ, ഇവിടെ ജനിച്ചു വളർന്ന ഈ മണ്ണിന്റെ മക്കളുടെ മുകളിലൂടെ ഒരു വെള്ളക്കാരി, നൂറ്റാണ്ടുകളോളം നമ്മെ ഭരിച്ച ഒരു ഭരണാധികാരികളുടെ, അല്ലെങ്കിൽ നമ്മളെ കവർ ചെയ്ത കൊള്ളക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് അവരുടെ മുകളിൽ ചവിട്ടി വരാൻ പറയുകയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അപ്പോൾ അവർ പറയുന്നു, വലിയ ഹീലാണ് എന്റെ ഷൂവിനുള്ളത്, അവർക്ക് വേദനിക്കും. അപ്പോൾ അവർ പറഞ്ഞു, മണ്ടിപ്പെണ്ണേ, നീ ആ ഷൂവ് ഊരിയിട്ട് കടന്നു വരുമെന്ന്. അപ്പൊ എനിക്കത് പറ്റുന്നില്ല, സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ കുഴപ്പമില്ല, അവരുടെ മുകളിൽ ചവിട്ടി വരുമെന്ന്. ആ സ്ത്രീ പറയുന്നു, അവരുടെ ഷൂവ് വലിയ ഹീലുണ്ട്, ആളുകൾക്ക് വേദനിക്കും അവരുടെ തലയിലൂടെ ചവിട്ടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ, അത് കുഴപ്പമില്ല, അവരത് സഹിച്ചോളും, നിങ്ങൾ അവരുടെ മുകളിലൂടെ കടന്നു വരുമെന്ന്. എത്ര നികൃഷ്ടമായിട്ടാണ് അദ്ദേഹം ഇന്ത്യക്കാരെ വിലയിരുത്തിയത്. എത്രത്തോളം നികൃഷ്ടമായിട്ടായിരിക്കും മനസ്സിൽ ഇന്ത്യക്കാരെ കുറിച്ചുള്ള ഒരു ധാരണ നെഹ്റുവിന് ഉണ്ടായിരുന്നത്. ഈ രാജ്യത്തെ ആളുകൾ, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ ചവിട്ടി മെതിക്കപ്പെടേണ്ടവരാണ്, ഉന്നതരാണ് യൂറോപ്യന്മാരും ബ്രിട്ടീഷുകാരും എന്ന ആ ചിന്താഗതി എല്ലാ കാലത്തും അദ്ദേഹത്തെ ഭരിച്ചിരുന്നു എന്ന് വേണം പറയാൻ. മെക്കാളയുടെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വന്ന അദ്ദേഹത്തെ പോലുള്ള മനുഷ്യൻ ഇന്ത്യയെ കണ്ടെത്തിയെന്ന് വ്യർത്ഥമായാണ് അദ്ദേഹം എഴുതിയത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യക്കാരുടെ തലയ്ക്ക് മുകളിൽ ചവിട്ടി നിങ്ങൾ കടന്നു വരൂ എന്ന് ഒരു ബ്രിട്ടീഷുകാരി, അതും ഭരണത്തിലൊരു പങ്കുമില്ലാത്ത ഒരു ബ്രിട്ടീഷുകാരിയോട് പറയുകയാണ്. അവരുടെ മുകളിൽ കൂടി ചവിട്ടി വരുമെന്ന് നെഹ്റു പറയുന്നു. ഇദ്ദേഹത്തെയാണ് നമ്മൾ ചാച്ചാജി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് ഈ രാജ്യത്തെ ഒരുവിധ എല്ലാ സർക്കാർ സംരംഭങ്ങൾക്കുമുള്ളത്, സ്റ്റേഡിയങ്ങൾക്കുള്ളത്, മത്സരങ്ങൾക്കുള്ളത്, നമ്മുടെ വള്ളംകളിക്ക് പോലും അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. ഈ നാടിനെ ഇത്രയേറെ മനസ്സിൽ പുച്ഛിച്ച് വെറുപ്പ് കൊണ്ട് നടന്നിരുന്ന, ഇല്ലെങ്കിൽ അല്പത്തരത്തിൽ ഈ നാടിനെ വീക്ഷിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് എല്ലാം സർവസ്വമായി നമ്മൾ കരുതിയിരുന്നത്. നിങ്ങൾ ആ ഇന്ത്യക്കാർ ഒന്നും പറയില്ല, അവരുടെ തലയിലൂടെ ചവിട്ടി വരുമെന്ന് ആ മനുഷ്യൻ പറയണമെങ്കിൽ എത്രത്തോളം വെറുപ്പ് ഈ നാട്ടുകാരോട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. നോക്കൂ, കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നടന്നു. പ്രധാനമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്കിടയിൽ അതിൽ ഭൂരിപക്ഷം പേരും സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ മൗണ്ട് ബാറ്റന്റെ തന്ത്രത്തിൽ മൗണ്ട് ബാറ്റൻ ഗാന്ധിജിയെ സ്വാധീനിക്കുന്നു, ഗാന്ധിജി ശാഠ്യം പിടിക്കുന്നു. ആ ഗാന്ധിജിയുടെ ശാഠ്യത്തിന് പുറത്ത് സർദാർ വല്ലഭ്ഭായ് പട്ടേൽ പിൻവലിക്കുന്നു, ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. അങ്ങനെയാണ് കടന്നു വരുന്നത്. തന്റെ മകന് എലികളെ പേടിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അയാളെ കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞ് തന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്റെ മകന് എലികളെ പേടിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ തടവ് ഒഴിവാക്കി കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് മാപ്പപേക്ഷിച്ചൊരു മനുഷ്യന്റെ പുത്രൻ. ആ മനുഷ്യന്റെ പണം കൊണ്ട് ആ സംഘടനയെ വിലക്കി വാങ്ങിക്കുന്നു. ആ സംഘടനയുടെ തലപ്പത്തേക്ക് ബോധപൂർവം ഒരു മനുഷ്യൻ അയാളുടെ മകനെ പതുക്കെ പ്രതിഷ്ഠിക്കുന്നു.
കുറഞ്ഞ തടവ് ശിക്ഷ മാത്രം അനുഭവിച്ച, കുറഞ്ഞ സമരങ്ങളിൽ പങ്കെടുത്ത ആ അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ആ സമര ഭടന്മാരുടെ തലപ്പത്തേക്ക് പതുക്കെ പ്രതിഷ്ഠിക്കുന്നു. അതിന് ബ്രിട്ടീഷുകാരുടെ വെള്ളക്കാരുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്നു. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടന രൂപീകരിച്ചത് പോലും A.O. ഹ്യൂം എന്ന് പറയുന്ന ഒരു വെള്ളക്കാരനായിരുന്നു, ഒരു വിദേശിയായിരുന്നു, ഒരു സായിപ്പായിരുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് വലിയ പരിക്കേൽക്കാതെ പ്രമേയങ്ങൾ പാസാക്കുക, വെള്ളക്കാരുടെ നടപടികളെ പിന്തുണയ്ക്കാൻ ഒരു ഇന്ത്യക്കാരുടേതായിട്ടുള്ള സംഘം എന്ന നിലക്കാണ് സ്ഥാപിച്ചത്. പക്ഷെ അത് പിന്നീട് ബാലഗംഗാധര തിലകനെ പോലെയുള്ള ആളുകൾ ഒരു സമര സംഘടനയാക്കി മാറ്റി. പക്ഷെ അതിനെ ബോധപൂർവം കൃത്യമായിട്ട് തങ്ങളുടെ കൗമാരവും യൗവനവും സുഖലോലുപതയിൽ കഴിഞ്ഞ നെഹ്റുവും ഗാന്ധിജിയും, നോക്കൂ, വെള്ളക്കാരുടെ തോട്ടത്തിൽ, വെള്ളക്കാരുടെ ഫാമുകളിൽ, ഇല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ, ഇല്ലെങ്കിൽ അവരുടെ ദാക്ഷിണ്യത്തിൽ തങ്ങളുടെ കൗമാരവും ബാല്യവും സുരഭിലമാക്കിയ ആളുകൾ മധ്യവയസ്സ് പിന്നിട്ടതിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ അവരതിന് ആ രംഗം കീഴടക്കുന്നു. മറ്റുള്ളവരെ ത്യാഗശീലരായിട്ടുള്ള ആളുകളെല്ലാം പുറകോട്ട് പോകേണ്ടി വരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരിൽ ഒരാൾ പ്രധാനമന്ത്രിയായി മാറുന്നു. ആ മനുഷ്യന്റെ മനസ്സിലിരിപ്പും അദ്ദേഹം ചെയ്തത് രേഖപ്പെടുത്തി വെച്ച ഡൊമിനിക് ലാപ്പിയറിന്റെ, ലാരി കോളിൻസിന്റെ സ്വാതന്ത്ര്യ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കൃത്യമായി 127-ാം പേജിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ചരിത്രം രേഖപ്പെടുത്തിയതാണ്. ഇതായിരുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഭഗത് സിംഗ് നോക്കൂ, ഭഗത് സിംഗിന്റെ വധം, ഭഗത് സിംഗിനെ ആ കേസിൽ തൂക്കിക്കൊല്ലുന്നതിനെതിരെ ഒരക്ഷരം ഇവരാരും മിണ്ടിയിരുന്നില്ല. എല്ലാ കാലത്തും കലഹിച്ചിരുന്ന, നിരാഹാര സമരം നടത്തിയിരുന്ന മഹാത്മാഗാന്ധി ഭഗത് സിംഗിന് അങ്ങനെ കിട്ടണം, ആ ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയ ആളുകൾ? ആരാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ? ആരാണ് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയവർ? ചരിത്രം സൂക്ഷ്മമായി പഠിക്കുക. വിജയിച്ചവനാണ് ചരിത്രം എഴുതാറ്, അധികാരമുള്ളവനാണ് ചരിത്രം എഴുതാനുള്ള സാഹചര്യങ്ങളുള്ളത്. അവൻ പറയുന്നതിനനുസരിച്ച് അവന്റെ പിണിയാളുകളാണ് ഇത്തരം ചരിത്രം എഴുതുക. അവന്റെ ഇച്ഛക്കനുസരിച്ചാണ് അവന്റെ പണന്മാർ പാട്ടുപാടുക. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തിയത് ഇന്ത്യയുടെ ദൗർഭാഗ്യവശാൽ നെഹ്റുവും ഗാന്ധിയും എല്ലാമായിരുന്നു അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിതകരമായിട്ടുള്ള, അവരെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ചരിത്ര രചനയാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിന്റെ ശരിയായ വായന ഓരോരുത്തരും ശീലിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഈ എളിയവന് പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.